ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വീഡിയോയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ് VFA ബുക്ക് എന്നൊക്കെ ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ നമുക്കറിയാം നാളെ അല്ലേ, അതായത് ജൂലൈ 18 എന്താണ് പ്രത്യേകത? 10th പ്രിലിംസ് ആണ് അല്ലേ. ഫസ്റ്റ് ഘട്ടം രണ്ടാം ഘട്ടം ഉള്ളവർക്ക് നാളെ എക്സാം ആണ്. അപ്പോൾ എല്ലാവരും നല്ല പഠിത്തത്തിലായിരിക്കും അല്ലേ. അപ്പോൾ കാര്യം ടെൻഷനൊന്നും അടിക്കണ്ട, നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓക്കെ. ഈ റാങ്ക് മേടിച്ചവരും ജോലി കിട്ടിയവരും ഒക്കെ ആരാണ്? നമ്മളിൽ ഒരാളാണ് അല്ലെ. നമ്മളെ പോലെ തന്നെ പഠിച്ച വ്യക്തികളാണ് എന്താണ് ജോലിക്കൊക്കെ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അയ്യോ അവന് കിട്ടി, ഇവക്ക് കിട്ടി, നമുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ടെൻഷനൊന്നും ആർക്കും വേണ്ട. കൂളായിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ. അപ്പൊ നമ്മളിന്ന് നാളെ വരാൻ പോകുന്ന, അതായത് എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് വരും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് നോക്കാം കേട്ടോ. എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്, ഷുവർ കറണ്ട് അഫയേഴ്സ്. ഓക്കെ. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2025 സമാധാന നോബൽ പ്രൈസ് എക്സാമിന് പോകുന്നവർ തീർച്ചയായിട്ടും നോബൽ പ്രൈസ് നോക്കിയിട്ടേ പോകാവുള്ളൂ കേട്ടോ. 2025 നോബൽ പ്രൈസ് നോക്കിയിട്ടേ പോകാവുള്ളൂ. അപ്പോൾ 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ. ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാന നോബൽ പ്രൈസ് കിട്ടിയത്. അടുത്തത്, ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? എത്രാമതാണ്? ആ നമ്പർ നോട്ട് ചെയ്യുക. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓക്കെ. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അപ്പൊ കേരളത്തിൽ ചോദിച്ചാലോ? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ്. അപ്പൊ ഇന്ത്യയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗ് എക്സ്പെക്റ്റഡ് ആണ്, എല്ലാം എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ മാറി. ഇപ്പൊ നിലവിൽ ആരാണ്? അശോക് കുമാർ ലാഹിയാണ്. ആരാണ്? അശോക് കുമാർ ലാഹിയ. അപ്പൊ സിഇഒ ആരാടാ? സിഇഒ ആരാ? നിധി ചിബ്ബർ ആണ്. ആരാണ്? നിധി ചിബ്ബർ ആണ് നിലവിലെ നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത്. മറക്കരുത്. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിയയും സിഇഒ ആരാന്ന് ചോദിച്ചാൽ അത് നിധി ചിബ്ബറുമാണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, JC ഡാനിയൽ പുരസ്കാരം 2026 ലഭിച്ചത് ആർക്കാണ്? ചലച്ചിത്ര നടിയായിട്ടുള്ള ശാരദയ്ക്കാണ് കേട്ടോ. മറക്കരുത്. 2026 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ശാരദയ്ക്കാണ്. അടുത്തത്, കേരളത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കാൻ ഗവർണർ ഒപ്പുവെച്ചത് എന്നാണ്? ഗവർണർ ഒപ്പുവെച്ച തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. 2026 മാർച്ച് 4-നാണ്. ഓക്കെ അല്ലേ. കേരളത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കാൻ ഗവർണർ ഒപ്പുവെച്ച തീയതിയാണ് 2026 മാർച്ച് 4. 2026 മാർച്ച് 4. അടുത്ത് നോക്കിക്കേ, പത്മവിഭൂഷൺ. നമുക്കറിയാം 2005 പത്മവിഭൂഷൺ നേടിയതാണ് നമ്മുടെ ആർക്കൊക്കെയാണ്? VS അച്യുതാനന്ദൻ, KT തോമസ്, നാരായണൻ നായർ, അല്ല അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ ഈ 2025 പത്മവിഭൂഷൺ ലഭിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ, ഏതായാലും മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ് അല്ലെ. എന്നാൽ 2025 പത്മവിഭൂഷൺ ലഭിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? അതാരാണ്? KT തോമസ് ആണ്. ആരാണ്? KT തോമസ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് സോളമന്റെ തേനീച്ചകൾ. എന്താണ്? സോളമന്റെ തേനീച്ചകൾ എന്ന് പറയുന്നത് KT തോമസിന്റെ ആത്മകഥയാണ്. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 2025 പത്മവിഭൂഷൺ ലഭിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് KT തോമസ്. ഓക്കെ. അടുത്തത് ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 മറക്കരുത്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാ? കൽപ്പറ്റയാണ് കേട്ടോ. വയനാട്ടിലെ കൽപ്പറ്റയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് ജുഡീഷ്യൽ ജില്ലാ കോടതി എന്നറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത്, 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന രാജ്യം ഏതാണ്? എത്ര വർഷത്തിന് ശേഷമാണ്? 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ രാജ്യമാണ്, മറക്കരുത്, ഇറാഖാണ്. ഏതാണ് ആ രാജ്യം? ഇറാഖാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 ഒന്ന് നോക്കിയിട്ട് പോവുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. പ്രധാനപ്പെട്ട വിഭാഗം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞേ, കവിതാ വിഭാഗത്തിൽ
കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? അനിത തമ്പിക്കാണ്. ആരാണ്? അനിത തമ്പി. അവരുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കൃതിക്കാണ് കേട്ടോ, കവിതയ്ക്കാണ്. മുരിങ്ങ വാഴ കറിവേപ്പ്. അപ്പൊ കവിതാ വിഭാഗത്തിൽ കിട്ടിയത് അനിത തമ്പിക്കാണ്. ഏതാണ് കവിത? മുരിങ്ങ വാഴ കറിവേപ്പ്. ഓക്കെ. നോവൽ വിഭാഗമാണെങ്കിൽ GR ഇന്ദുഗോപനാണ്. ആനോ എന്ന നോവലാണ് ഇന്ദുഗോപനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. അപ്പൊ 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിൽ കിട്ടിയത് GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനാണ്. ഓക്കെ അല്ലേ? അടുത്ത ചെറുകഥ നോക്കിക്കേ. ആർക്കാണ്? ചെറുകഥ വിഭാഗത്തിൽ വി ഷിനിലാലാണ്. അദ്ദേഹത്തിന്റെ ചെറുകഥയുടെ പേരാണ് ഗരിസപ്പ അരുവി. ഓക്കെ, ഗരിസപ്പ അരുവിയാണ്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ കിട്ടിയത് കെ രാജശേഖരൻ നായർക്കാണ്. അദ്ദേഹത്തിന്റെ ഞാൻ എന്ന ഭാവം എന്ന ജീവചരിത്രത്തിനാണ് കേട്ടോ, ഞാൻ എന്ന ഭാവം എന്ന ജീവചരിത്രത്തിനാണ് കെ രാജശേഖരൻ നായർക്ക് പുരസ്കാരം ലഭിച്ചത്. യാത്രാ വിവരണം ഏതാണ്? ആർക്കാണ് കിട്ടിയത്? KR അജയൻ. ആരോഹണം ഹിമാലയം എന്ന യാത്രാ വിവരണത്തിനാണ് KR അജയന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കിക്കേ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗമാണെങ്കിൽ GR ഇന്ദുഗോപനാണ്. ആനോ എന്ന നോവലാണ്. കവിത അനിത തമ്പിക്കാണ്. മുരിങ്ങ വാഴ കറിവേപ്പ്. യാത്രാ വിവരണം KR അജയൻ. ആരോഹണം ഹിമാലയം. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗം കെ രാജശേഖരൻ നായർ ഞാൻ എന്ന ഭാവം. ചെറുകഥ വി ഷിനിലാല് ഗരിസപ്പ അരുവി. ഓക്കെ. അടുത്തത് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി. 64ാമത് സ്കൂൾ കലോത്സവ വേദി ഏതാണ് വേദി? തൃശ്ശൂരാണ്. ജേതാക്കളായത് കണ്ണൂർ ജില്ലയാണ്. ഓക്കെ അല്ലേ? അപ്പൊ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഏതാണ്? തൃശ്ശൂരാണ്. ജേതാക്കളായത് കണ്ണൂരാണ്. അടുത്തത് 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2024 കേരള ശാസ്ത്ര പുരസ്കാരം ആരാണ്? ടെസ്സി തോമസ് ആണ്. ആരാണ് ടെസ്സി തോമസ്? മിസൈൽ വുമൺ ആണ് അല്ലെ? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ്. മിസൈൽ അല്ല, റോക്കറ്റ് വുമൺ അല്ലെ? റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? ടെസ്സി തോമസ് ആണ്. ഇവർക്കാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. കേരള ശാസ്ത്ര പുരസ്കാരം. അടുത്ത് നോക്കിക്കേടാ, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം. ഓൾറെഡി ചോദിച്ചതാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെച്ചേക്കുക. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് പാലം. ചെനാബ് നദിക്ക് കുറുകെയുള്ള ചെനാബ് പാലമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. ബഹുമാന്യനായ മോദിയാണ്. 2025 ജൂൺ 6-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ അല്ലെ? നരേന്ദ്രമോദിയാണ്. 2025 ജൂൺ 6-നാണ് ഉദ്ഘാടനം നടന്നത്. ഇതിന്റെ നീളം എത്രയാണ്? ഈ പാലത്തിന്റെ നീളം 359 മീറ്റർ ആണ് നീളം. എത്രയാണ് ഇതിന്റെ നീളമല്ല, ഉയരമാണ്. ഇത് ഉയരമാണ്. നീളം എത്രയാടാ? 1315 മീറ്റർ ആണ് നീളം കേട്ടോ. അപ്പൊ ഉയരം 359 മീറ്ററും നീളം എത്രയാ? 1315 മീറ്ററുമാണ്. ഓക്കെ അല്ലെ? അടുത്ത ഇമ്പോർട്ടന്റ് ആണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. നമുക്കറിയാം നെഹ്റു ട്രോഫി നടക്കുന്നത് എവിടെയാ? പുന്നമട കായലിലാണ് അല്ലെ? അപ്പൊ 2025 നടന്നത് 71ാമത് നെഹ്റു ട്രോഫിയാ. ആരാണ് ജേതാക്കളായത്? ഏത് ചുണ്ടനാണ്? വിയ്യപുരം ചുണ്ടനാണ്. 2ാം തവണയാണ് ഇവര് ജേതാക്കളാകുന്നത് അല്ലെ? വിയ്യപുരം ചുണ്ടൻ. അപ്പൊ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കളായത് ആരാണ്? വിയ്യപുരം ചുണ്ടനാണ്. മറക്കരുത്, വിയ്യപുരം ചുണ്ടനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2024-25 സാമ്പത്തിക വർഷത്തില് കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എത്രയാണ്? 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 6.19%. 24-25 സാമ്പത്തിക വർഷമാണ്. എത്രയാണ് വളർച്ചാ നിരക്ക്? 6.19 ആണ്. കേരളത്തിൽ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? എന്താണ്? കേരളത്തിൽ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചാൽ കടവ് പാലം. ഏത് പാലമാണ്? കുമ്പിച്ചാൽ കടവ് പാലം. എന്നെങ്ങനെ ചോദിക്കും? കേരളത്തിൽ ഒരു കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? അതേതാണ്? പെരുമ്പളം പാലമാണ്. പെരുമ്പളം വടുതല ആ പാലമാണ് കേരളത്തിലെ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം എന്ന് പറയുന്നത്. ഇത് അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചാൽ കടവ് പാലം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. 2025 സമാധാന നോബൽ പ്രൈസ് കിട്ടിയത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആര്? നമ്മുടെ സൂര്യകാന്ത് അല്ലെ? ജസ്റ്റിസ് സൂര്യകാന്ത്. നീതി ആയോഗ് പുതിയ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിയാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം ശാരദയ്ക്ക് ലഭിച്ചു. കേരളത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കാൻ ഗവർണർ ഒപ്പുവെച്ച തീയതി ഏതാണ്? 2026 മാർച്ച് 4 ആണ്.
2025 പത്മവിഭൂഷൺ ലഭിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് KT തോമസ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഓർത്തു വെച്ചേക്കണം, സോളമന്റെ തേനീച്ചകൾ. ഓക്കെ, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് ജുഡീഷ്യൽ ജില്ലാ കോടതി കൽപ്പറ്റയാണ്. 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന രാജ്യമാണ് ഇറാഖ്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോക്കിക്കേ. കവിതാ വിഭാഗം അനിത തമ്പി. കവിത ഏതാണ്? മുരിങ്ങ വാഴ കറിവേപ്പ്. നോവല് GR ഇന്ദുഗോപൻ ആനോ. ചെറുകഥ V ഷിനിലാലിന്റെ ഗരിസപ്പ അരുവിയാണ്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ K രാജശേഖരൻ നായരുടെ ഞാൻ എന്ന ഭാവമാണ്. യാത്രാ വിവരണം KR അജയൻ ആരോഹണം ഹിമാലയം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദിയാണ് തൃശ്ശൂര്. പക്ഷെ ജേതാക്കളായത് മാറിപ്പോകരുത്, വേദിയാണ് തൃശ്ശൂര്, ജേതാക്കളായത് കണ്ണൂരാണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ടെസി തോമസിനാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് പാലം എന്ന് പറയുന്നത്. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. എന്നാണ് ഉദ്ഘാടനം? 2025 ജൂൺ 6-നായിരുന്നു. അതിന്റെ നീളം എന്ന് പറയുന്നത് എത്ര മീറ്റർ? 1315 മീറ്ററും ഉയരം എന്ന് പറയുന്നത് 359 മീറ്ററുമാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയികളായത് വിയപുരം ചുണ്ടനാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 6.19%. ഓക്കെ, കേരളത്തിൽ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചാൽ കടവ് പാലം. കുമ്പിച്ചാൽ കടവ് പാലം. ഇനി കായലിന് കുറുകെയുള്ളതാണെങ്കിൽ ഏതാണത്? കായലിന് കുറുകെയുള്ളതാണെങ്കിൽ പെരുമ്പളം പാലമാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് നിയമനങ്ങള് കേട്ടോ, പദവികള് അതൊക്കെ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. നമുക്കറിയാം നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യമാണ് അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാൻ ആരാണ്? അത് അലക്സാണ്ടർ തോമസ് ആണ്. അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ്. ഓക്കെ, കേരളത്തിലാണെങ്കിൽ അത് P സതീദേവിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പൊസിഷൻസ് ഒക്കെ, പദവികളൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ വിവരാവകാശ കമ്മീഷണർ ദേശീയ ആരാണ്? അത് രാജ്കുമാർ ഗോയലും. സംസ്ഥാനത്താണെങ്കിൽ അത് V ഹരിനായറുമാണ്. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദവികളൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇൻഡെക്സുകള്, നമ്മള് വേദികളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നോക്കണം. അവാർഡ്സ് എല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ആശംസകൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വരിക. ഓക്കെ, ബൈ.